നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ കർത്താവിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകൾ ഏൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. യഹൂദന്മാർക്ക് ഇന്നും പെസഹ ആചരിക്കുമ്പോൾ ഒരു പാരമ്പര്യമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള കസേരകൾ മാത്രമല്ല, അഡീഷണലായിട്ട് ഒരു കസേര കൂടി മേശക്കരികിലിട്ടിരിക്കും. 4 കപ്പ് വീഞ്ഞാണ് അവർ പെസഹായ്ക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ 5ാമതൊരു കപ്പ് വീഞ്ഞ് അവിടെ ആ എംഡി കസേരയ്ക്ക് അടുക്കലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും. മാത്രമല്ല അവർ ആ മുറിയിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു വിട്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, രക്ഷകൻ എപ്പോൾ വേണമെങ്കിലും വരാം. ആ രക്ഷകൻ വരണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഏലിയ പ്രവാചകൻ വരും. അതുകൊണ്ട് തങ്ങളുടെ പെസഹ ആചരണത്തിൽ ഏലിയ പ്രവാചകൻ കടന്നു വരാൻ വേണ്ടിയാണ് വാതിൽ തുറന്നിടുക. അദ്ദേഹത്തിന് ഇരിക്കുവാൻ വേണ്ടിയാണ് എംഡി ചെയറിടുക. അദ്ദേഹത്തിന് കുടിക്കുവാൻ വേണ്ടിയാണ് വീഞ്ഞ് ഒരു കപ്പിൽ ഒഴിച്ചു വയ്ക്കുക. കാരണം വീഞ്ഞ് യഹൂദന്മാരെ സംബന്ധിച്ച്, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അത് ആനന്ദത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലെ വിരുന്ന് അനുഭവിക്കുന്നതുവരെ, അവിടുത്തെ വീഞ്ഞ് കുടിക്കുന്നതുവരെ എന്നൊക്കെ പറയുക. ഇതുപോലെ തന്നെ ഇവിടെ ഈശോയും 3 ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവർ മലയുടെ മുകളിൽ വെച്ച് ഈശോയുടെ ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരീകരണം കണ്ടു. അവിടെ ഏലിയായും അതുപോലെ തന്നെ മോശയും ഈശോയുടെ ഇരുഭാഗങ്ങളിലുമായി പ്രത്യക്ഷപ്പെട്ടു. അവിടെ മേഘം കാണപ്പെട്ടു. പിതാവായ ദൈവത്തിന്റെ അശരീരി കണ്ടു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രമിക്കുവിൻ എന്നെല്ലാം പറഞ്ഞിട്ട് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഈശോ അവരോട് പറയുന്നത്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നും ഉയർത്തുന്നത് വരെ ഈ മഹത്വീകരണം നിങ്ങൾ ആരോടും പറയരുത്. കാരണം അത് ആളുകൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഈശോ ഇനിയും തന്റെ പീഡാനുഭവവും കുരിശുമരണവും അനുഭവിക്കുവാൻ ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഈശോ തന്നെ സ്നാപക യോഹന്നാനോടും ഏലിയ പ്രവാചകനോടും ഉപമിക്കുക. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നീ രക്ഷകനാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ രക്ഷകൻ വരണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഏലിയ പ്രവാചകൻ വരണമല്ലോ. ഒരർത്ഥത്തിൽ ആ മലയുടെ മുകളിൽ ഏലിയ പ്രവാചകൻ വന്നു. എന്നാൽ ഈശോ പറയുകയാണ്, ഏലിയ പ്രവാചകൻ യഥാർത്ഥത്തിൽ വന്നു. എന്നാൽ ഏലിയായോട് ചെയ്തതോട് തന്നെ ക്രൂരമായിട്ട് ഇവിടെ ഈ പുതിയ ഏലിയായോട് ചെയ്തു. ആ ഏലിയ മറ്റാരുമല്ല, സ്നാപക യോഹന്നാനാണ് എന്ന് ശിഷ്യന്മാര് മനസ്സിലാക്കി. ഈ ഏലിയായും സ്നാപക യോഹന്നാനും തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട്. രണ്ടുപേരും പ്രവാചകന്മാരാണ്. ഏലിയ പ്രവാചകൻ ആ കാലത്തെ ബാലവിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടിയെടുക്കുകയും പുരോഹിതന്മാരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത്. ഇതാ രക്ഷകൻ വരാനായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ള സന്ദേശം ശക്തമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകനും അതുപോലെ തന്നെ സ്നാപക യോഹന്നാന്റെയും ജീവിതശൈലി ഏതാണ്ട് ഒരുപോലെയായിരുന്നു. അവര് ഏകാന്തമായ ജീവിതമായിരുന്നു. രണ്ടുപേരും വിവാഹിതരായിരുന്നില്ല. രണ്ടുപേരും ലളിതമായ ജീവിതമാണ്. മരുഭൂമിയിലാണ് അവര് വസിച്ചിരുന്നത്. സ്നാപക യോഹന്നാനാകട്ടെ ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം, അതുപോലെ തന്നെ കാട്ടുതേനും ഒക്കെയാണ് കഴിച്ചിരുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട്. മൂന്നാമത് രണ്ടുപേരും അന്നത്തെ മതപരമായിട്ടും രാജാക്കന്മാരുമായിട്ടും വഴക്കുണ്ടാകുന്നുണ്ട്. അതായത് ഏലിയ പ്രവാചകൻ
രാജാവായിരുന്ന ആഹാബിനോടും അദ്ദേഹത്തിന്റെ ക്രൂരരുടെ രാജ്ഞിയായിരുന്ന ജെസിബേലിനോടും യുദ്ധം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്നാപക യോഹന്നാൻ ഹെരോദസ് രാജാവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഹെരോദിയായ തന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. അതിന്റെ പേരിലാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് ഹെരോദിയായുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന്റെ ശിരച്ഛേദനം നടത്തുകയും ചെയ്യുക. അങ്ങനെ രണ്ടുപേരുടെയും ജീവിതം അപകടത്തിലായിരുന്നു. ഏലിയായും ഒളിച്ചോടി പോകുന്നുണ്ട് ഈ രാജാവിന്റെ ക്രൂരമായ പീഡനം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട്. സ്നാപക യോഹന്നാൻ അതുപോലെ തന്നെ ക്രൂരമായ മരണത്തിന് ഇടയാവുകയും ചെയ്യുന്നു. എന്നാൽ ഏലിയ പ്രവാചകന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹത്തെ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന എലീശുവ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ ഏലിയ പ്രവാചകൻ രക്ഷകന്റെ വഴിയൊരുക്കുവാൻ വേണ്ടി വീണ്ടും വരുമെന്നുള്ളതായ വിശ്വാസമുണ്ട്. എന്നാൽ അതേ ഏലിയയല്ല, ആ ഏലിയായുടെ ചൈതന്യത്തോടും അരൂപിയോടും കൂടിയാണ് സ്നാപക യോഹന്നാൻ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ സക്രിയായും എലിസബത്തിനും മകനായിട്ട് ജനിക്കുകയും കർത്താവിനെ വഴിയൊരുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇവർക്കൊക്കെ അനുഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രനും ഇതാ ഇവരിൽ നിന്ന് ഈ ന്യായാധിപന്മാരിൽ നിന്ന് ഈ വേദപണ്ഡിതന്മാരിൽ നിന്ന് പീഡകൾ ഏൽക്കുവാൻ പോകുന്നു. അപ്പോഴാണ് തങ്ങളുടെ ഈ പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് ഇടറാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫിഗറേഷൻ എക്സ്പീരിയൻസ് കൊടുത്തത്. ഈ രൂപാന്തരീകരണത്തിലൂടെ അവർക്ക് മനസ്സിലായി എന്നാലും ഈശോ മഹത്വീകരിക്കപ്പെടും. അത് നമുക്കറിയാം. പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് സ്വർഗ്ഗാരോപണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏലിയ പ്രവാചകനെ ശ്രമിക്കാതിരുന്ന ആളുകൾ, സ്നാപക യോഹന്നാനെ ശ്രമിക്കാതിരുന്ന ആളുകളുമുണ്ട്, ശ്രമിച്ചവരുമുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ദൈവം അയക്കുന്നതായ മാർപ്പാപ്പായെയും മെത്രാന്മാരെയും അവരുടെ പ്രതിനിധികളായിട്ട് ഇടപെടൽ സേവനം ചെയ്യുന്ന വൈദികരെയും ആത്മായ പ്രേക്ഷിതരെയും ഒക്കെ ശ്രമിക്കുവാനും അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരോട് സഹകരിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാനും നമുക്ക് സാധിക്കണം. നമ്മളുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയിലല്ല, മറിച്ച് നമ്മുടെ അനുതാപത്തിനും നമ്മുടെ എളിമയ്ക്കുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ആണ് നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. യഹൂദന്മാർ കാത്തിരിക്കുന്നത് രക്ഷകന്റെ ആഗമനത്തിന് വേണ്ടിയാണെങ്കിൽ ആ രക്ഷകൻ വന്നു, ആ രക്ഷകനെ നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നത്. എന്നാൽ ആ രക്ഷകൻ വീണ്ടും നമ്മളെ വിധിക്കുവാനും, അതായത് നമുക്ക് വേണ്ടി നമ്മുടെ നല്ല ജീവിതത്തിനനുസരിച്ചുള്ള സ്വർഗ സൗഭാഗ്യം നൽകുവാനും വേണ്ടി നമുക്ക് വേണ്ടി വരുവാനിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം പ്രാവർത്തികമാക്കുന്നതിനുള്ള സഹനങ്ങളിൽ നമ്മൾ ഇടർച്ചയുണ്ടാകരുത്. മറിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുവാനും കർത്താവിനോട് ചേർന്ന് എളിമപ്പെടുവാനും കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ പ്രതിനിധികളോടും വിധേയപ്പെട്ടും സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട്